നമസ്കാരം, എൻ്റെ പേര് അജു. ഇതെൻ്റെ അമ്മ ഹരിത. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞിക്കര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു 2-2.5 മാസം മുന്നേ അമ്മയ്ക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അമ്മയൊന്ന് ചെറുതായിട്ട് തെന്നി വീണു. രാവിലെ 7 മണി എണീച്ച് മഴ പെയ്ത് കിടക്കുന്ന സമയമായിരുന്നു. സോ കാല് സ്ലിപ്പായി താഴെ വീണു. അപ്പം നമ്മൾ ആശുപത്രി കൊണ്ടുപോയി കൈ ബാഗ് ഇട്ടു, സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്തേക്ക് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മരുന്നിൻ്റെ ഇത് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അത് വേദന ഭയങ്കര കൂടാൻ നോക്കി. പക്ഷേ അനങ്ങാനൊന്നും പറ്റാത്ത ഇതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തലയൊന്നും ഇടിച്ച് ചെറിയ ദൂരം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കൊണ്ട് സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇവിടെ തന്നെ വന്നിട്ടുള്ളൊരു ആളുണ്ട്. പുള്ളി ഒരു കോൺട്രാക്ടറാണ്. പുള്ളിക്കാരൻ വഴിയാണ് നമ്മൾ വൈദ്യരെ പറ്റി അറിയുന്നത്. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, പോയി കണ്ടാൽ നല്ലതായിരിക്കും എന്ന രീതി അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം വന്നു, വൈദ്യരെ കണ്ടു, സംസാരിച്ചു, പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഈ വശത്ത് ഇവിടെ ഒരു ചെറിയൊരു തെങ്ങുമാറി കിടപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതിനും കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അത് നമ്മൾ ഭയപ്പെടേണ്ടാന്നുള്ള രീതിയിലായതുകൊണ്ട് പതുക്കെ ചൂടൊക്കെ എടുത്ത് ആക്കി പിന്നെ പതുക്കെ പിടിച്ചിടാൻ തുടങ്ങി. ഇവിടെ വന്ന സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. ഈ ഒരു വശം ഫുള്ള് ചതവായിരുന്നു. അന്ന് അനക്കാൻ പോലും പറ്റത്തില്ല. ഷോൾഡറിന്റെ നെഞ്ചിലൂടെ ഡിസ്ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, എടുത്ത സമയത്തും അറിഞ്ഞില്ല. നമ്മൾ ഒടിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് സ്കാൻ ചെയ്ത്. സ്കാനിനകത്തവരും പറഞ്ഞു ഒന്നും കാണാനില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അപ്പോഴത്തേക്ക് വേദന ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഭയങ്കര കറുത്തങ്ങ്, ഭയങ്കര നല്ല രീതിയിൽ കറുത്ത് ഭയങ്കര ഒരുപോലെയായി. അങ്ങനെ വന്നു, വൈദ്യരോട് സംസാരിച്ചു. ഇതുപോലെ ചൂടെടുക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു മരുന്ന് തന്നു. മരുന്നാണെന്ന് കഴിഞ്ഞാൽ ഫുള്ള് തിരുമ്മി അതായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളായിരുന്നു. പക്ഷെ പതുക്കെ ഗ്രാജുവലി വ്യത്യാസം വരാൻ തുടങ്ങി. സോ അതുപോലെ തന്നെയാണ് എനിക്കും കാണുന്നത്. എനിക്ക് ഈ കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വെളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ തന്നെ ഇവിടെ എനിക്കൊരു പെയിൻ വരും. ഭയങ്കര ഒരു പെയിൻ എന്ന് വെച്ചാൽ എന്തൊരു കൊണ്ടുവന്നൊരു പെയിൻ വരും. എനിക്ക് പിന്നെ കൈ അനക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിങ്ങനെ ഭയങ്കര തണുപ്പുണ്ടാകുന്ന സമയത്തും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഒരു ദിവസം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ഞാൻ വൈദ്യരെ വിളിച്ചിട്ട് എൻ്റെ കൈ എനിക്ക് അനക്കാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചു, എവിടെയാണ് വേദന ഇങ്ങനെ പറഞ്ഞു. ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. എന്നോട് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു എന്തോ ഒരു സംഭവം ഉള്ളിൽ കൊണ്ടിരിപ്പുണ്ട്, ഇതെന്റെയാണ്. അത് എന്നെ ഒരു 4 തവണ തിരുമ്മി. എനിക്ക് ഇപ്പോൾ അവിടെ തൊടുമ്പ് വേദന കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഒരുപാട് റിലീഫുണ്ട്. അതുപോലെ വയറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ബോൾ പോലെ ഒരു മുഴ പോലെ ആയിരുന്നു. ഒരു വേദന ഉണ്ട്. പക്ഷെ ഞാനത് കാര്യമാക്കി. ഞാൻ വെളിയിലാണ് പഠിച്ചത്. ഞാൻ ചിലപ്പോൾ കഴിച്ചതിന്റെ ഫുഡിന്റെ ഗ്യാസിന്റെ ഒക്കെ ആയിരിക്കും. സോ ഒരു ദിവസം ഇതുപോലെ വന്ന് കൈ ശരിയാക്കുന്ന രീതി ഇങ്ങനെ നോക്കിയ സമയത്താണ് ഇത് നോക്കി. ഇപ്പം എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് ആ സംഭവിച്ചിട്ട് ഇങ്ങനെ യൂസ് ഇട്ട് പറഞ്ഞു മാറി കിടക്കായിരുന്നു പറഞ്ഞു. പിടിച്ചിട്ടതിന് ശേഷം എന്നെയാണ് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമില്ല. അവിടെ നേരമുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അങ്ങനെ എന്റെ കൈക്കും ഭയങ്കര വ്യത്യാസമായി, വയറിനും ഭയങ്കര ഫുൾ ഇതായി. കൈയുടെ പുറത്തും അതുപോലെ പുറത്തും ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. പിന്നെ കിഴിയൊക്കെ ഇട്ട് എന്തായാലും ഇപ്പം സുഖമായി. കൈ പൊക്കാനും എടുക്കാനൊക്കെ പറ്റും. മറ്റേ പൊങ്ങത്തില്ലായിരുന്നു ഒരു സൈഡ്. വീണതിന് ശേഷം ഈ ഒരു സൈഡ് തിരിച്ച് കടക്കാനും പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന് കിഴിയൊക്കെ ഇട്ട് തിരുമ്മി ഒത്തിരി വ്യത്യാസമുണ്ട്. ഇനി ഒരു 3 ദിവസത്തെ തിരുമ്പും കൂടെ ഉണ്ട്. അത് മാറി ഇവിടെ ഉണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരുപാട് വ്യത്യാസമൊന്നുമല്ല, മാറി പൂർണ്ണമായിട്ട്. മറ്റെനിക്ക് കൈ പൊങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ ഇത്ര നല്ല രീതിയിൽ പൊങ്ങി എടുക്കാൻ പറ്റും. ഇനി കിടപ്പുണ്ട്, മാറിയില്ല എന്ന് പറയാൻ. ഉള്ളിൽ ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് ഞാൻ എപ്പോഴേ പറഞ്ഞില്ല. ബാക്കി പുറമെല്ലാം ക്ലിയർ ആയില്ല. ഇവിടെ വന്നത് എന്തായാലും ഭയങ്കര ഒരു ഇതായപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ വേറെ എവിടെയും പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല. കാരണം എവിടെയും പോവുകയാണെങ്കിൽ തന്നെ അവർ മരുന്ന് തരും, അഡ്മിറ്റ് ചെയ്യുന്നല്ലാതെ. അപ്പം ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പം നമ്മൾ തിരുമോ കാണാതിരിക്കുകയാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് മരം പോലെ ആവും. കാരണം ഒന്നും അങ്ങനെ അനക്കാനൊന്നും പറ്റാത്ത രീതിയാവും. ഇങ്ങനെ അറിഞ്ഞത് തന്നെ വലിയൊരു കാര്യം. എന്തൊരു നിമിത്തമായിട്ടാണ് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായി പോയേനെ. മാത്രമല്ല വൈദ്യര് ഇങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര എല്ലാവരും അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു പരമ്പരാഗത രീതി പത്യോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊരാളെ തൊട്ട് നോക്കിയിട്ട് പറയാം എന്ത് പറ്റി അല്ല എന്താണ് ചെയ്യേണ്ടത്. അപ്പം അപ്പം തന്നെ ആണെങ്കിൽ അപ്പം തന്നെ പിടിച്ചിടും. അത് വളരെ ഒരു ചതവ് നീർക്കെട്ട് അതേ ഉള്ളൂ നമുക്ക് തിരുമണ്ടി. അല്ല ഇതൊന്നും അങ്ങനെ തിരുമണ്ടി ആവശ്യമില്ല. അങ്ങനെയുള്ള എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനോട് വൈദ്യരോട് ഭയങ്കര നല്ല രീതിയിൽ നന്ദിയുണ്ട്. കാരണം കട നടത്തുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു സമയം നമുക്കൊന്നും തിരിയാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആകെ ഫുള്ളായി
പോയി നമ്മുടെ കയ്യിൽ നിന്നില്ല. കടയിൽ വർക്കാ. അപ്പോൾ ഭയങ്കര ഒരു റിലീഫായിരുന്നു വൈദ്യരെ കാണാൻ പറ്റിയത്. വൈദ്യരോട് അതിന് ഭയങ്കരമായിട്ടുള്ള നന്ദിയുണ്ട് എല്ലാ കാലത്തും.